ഹലോ ഗൈസ്, അപ്പം നമ്മൾ മന്തി വ്ളോഗായാലോ. അപ്പം നമ്മൾ ഹാഫ് മന്തിയാണ് കേട്ടോ വാങ്ങിയത്. ഹാഫ് മന്തിയിൽ ഇത്ര റൈസ് ഉണ്ടാകും ഞാൻ പ്രതീക്ഷിച്ചില്ല. അൽഫാം മന്തിയാണ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും, ചിലവരെ ഞെട്ടുള്ളൂ. എന്താണെന്നൊക്കെ പറയാം. ടൊമാറ്റോ സോസ് ഉണ്ട് കേട്ടോ. ആദ്യം മയോണൈസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, റൈസ് ഉണ്ട്. ഇതെല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വിചാരിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് മന്തി തിന്നുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്ത് കാണാം. നിങ്ങൾക്ക് ഒരു പൊട്ടിക്കുന്നതിൻ്റെയും ഒരിത് നിങ്ങൾക്ക് കാണാം. ഇത് ചിക്കനാണ്, വലിയ ചിക്കനായിരുന്നു. 3 പീസസായിരുന്നു ഉണ്ടായിരുന്നത്. കൊള്ളാമായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും തിന്ന് തീർത്തു. ബട്ട് അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മളിങ്ങനെ ഞാൻ വിചാരിച്ചത് ബിരിയാണിയുടെ ബസ്മതി റൈസ് ആണല്ലോ അത്, അപ്പോൾ അത് ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ റൈസ് ഇങ്ങനെ തുറക്കാൻ പറ്റില്ല, അതുകൊണ്ട് അച്ഛൻ തുറന്നു തന്നിട്ടു റൈസ്. പിന്നെ ചിക്കനുണ്ട്, ഞാൻ പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ടൊമാറ്റോ സോസിന് എല്ലാവർക്കും അറിയുമല്ലോ. മയോണൈസ് എനിക്ക് അത്ര ഇഷ്ടമേ അല്ല. കാരണം ഗാർലിക് പേസ്റ്റ് പോലത്തെ ഒരു സാധനമല്ലേ, അതുകൊണ്ടാണ്. അൽഫാം മന്തി ഹാഫാണ്. പൈസ 470 കേട്ടോ. ഇത് 470 വെറുതെ പറഞ്ഞതാ. ഇപ്പം പറയും നമുക്കും അറിയാം എന്നൊക്കെ പറയും. വെറുതെ പറഞ്ഞതാ. ഇങ്ങനെയല്ലോ നമ്മൾ ആ റൈസ് പൊട്ടിച്ചെടുത്തു കേട്ടോ ഗൈസ്. നമുക്കതിൽ വെതറാം. ഞാൻ ആദ്യമേ ഒന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തോ ഒരു ഫ്ലേവർ എനിക്ക് തോന്നി. ബട്ട് എനിക്ക് സൂപ്പറായിട്ട് തോന്നി. എന്നാലും അതിൻ്റെ മുഖത്തതിൻ്റെ എക്സ്പ്രഷൻ ഇല്ല. കാരണം അങ്ങനെ പിന്നെന്താ, വാങ്ങിച്ച് തന്നതല്ലേ, അപ്പോൾ ഒരു രസമില്ലെന്നൊക്കെ ഇങ്ങനെ പറയാം. അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഒന്ന് സൂപ്പർ എന്ന് പറഞ്ഞതേ ഉള്ളൂ.